റിസ്റ്റോറിങ് ഗോഡ്, യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം. യഥാസ്ഥാനപ്പെടുത്തുക അല്ലെങ്കിൽ റിസ്റ്റോർ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട് എന്തൊക്കെയോ തിരിച്ചു കൊണ്ടുവന്ന് നമ്മളെ ആക്കി വെക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ കൂടെ ഏദൻ തോട്ടത്തിൽ എന്നും വസിക്കാനാണ്. മരണമില്ലായിരുന്നു നമുക്കന്ന്. അങ്ങനെയാണ് ദൈവം നമ്മളെ ദൈവത്തിൻ്റെ അവകാശിയും കൂട്ടവകാശിയും അല്ലെ സഹോദരി സഹോദരന്മാരായിട്ട് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. ഇറ്റേണൽ ലൈഫാണ് അവിടെ. പക്ഷെ ദൈവം ഏദൻ തോട്ടം ഏൽപ്പിച്ചപ്പം ചില നിബന്ധനകളുണ്ടായിരുന്നു. ഇവിടെ നീ താമസിച്ചോ കുഴപ്പമില്ല, എൻ്റെ കൂടെ എന്നും ജീവിച്ചോ, പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. അത് തെറ്റിച്ചു പോയെങ്കിൽ ഇവിടെ ജീവിക്കാനൊക്കത്തില്ല. അതിലൊന്നായിരുന്നു 2 തരത്തിലുള്ള വൃക്ഷം. ഈ ദൈവത്തിൻ്റെ ജീവനും മനുഷ്യൻ്റെ ജീവനും പലപ്പോഴും വൃക്ഷങ്ങളോട് സാദൃശ്യമാക്കി വചനത്തിൽ പറയുന്നുണ്ട്. അപ്പം ദൈവം പറയുന്നു, ഞാൻ ഈ ഏദൻ തോട്ടത്തിനകത്ത് 2 വൃക്ഷം വെക്കുകയാണ്. ഒന്ന് നന്മ തിന്മയുടെ വൃക്ഷം, അതായത് നന്മയും തിന്മയും അറിയാവുന്ന ഒരു വൃക്ഷം. 2 ജീവൻ്റെ വൃക്ഷം, അത് ക്രിസ്തു തന്നെയാണ്. പിതാവാം ദൈവം പുത്രൻ്റെ ഒരു ജീവനെ അവിടെ റിപ്രസെൻ്റ് ചെയ്ത് ഒരു വൃക്ഷമാക്കിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. അതായത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ തോട്ടം ഭരിക്കാനും ഭൂമി ഭരിക്കാനും ഞാൻ അവകാശം തരികയാണ്. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, ജീവൻ്റെ ഭക്ഷണം, ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എപ്പോഴും കഴിക്കാം, പക്ഷെ നന്മ തിന്മയുടെ ഫലം കഴിക്കരുത്. അങ്ങനെ കുറച്ച് നാൾ ഒന്നിച്ച് ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരവിടുന്ന് പാപം ചെയ്തതിനാൽ നന്മ തിന്മയുടെ, അതായത് ദൈവത്തിൻ്റെ ആലോചന അല്ല ശരി, എനിക്കതിൽ കൂടുതൽ അറിയാം, അതാണല്ലോ കുഴപ്പം പറ്റുന്നത്. അങ്ങനെ ചിന്തിച്ചു അവരെ അവിടുന്ന് പറുദീസായി ഇറക്കി വിട്ടു. അവരുടെ ആത്മാവ് മരിക്കുന്നു. ആത്മാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാത്തപ്പം മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ആയി മാറും. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ എന്തുമാത്രം അഡ്വാൻസ് ചെയ്തെന്ന് പറഞ്ഞാലും മോസ്റ്റ് ഓഫ് ദ ടെക്നോളജി, അതായത് ഈ മൊബൈല്, നമ്മൾ ഈ ആറ്റമിക് ബോംബ് കണ്ടുപിടിക്കുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിക്കുന്നത്, ഇതൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ നല്ല കാര്യത്തിനാന്ന് പറഞ്ഞു. കാലില്ലാത്തവന് കാല് വെച്ച് കൊടുക്കാനാണ്, ബുദ്ധിയില്ലാത്തവന് ബുദ്ധി കൊടുക്കാനാണ്. പക്ഷെ തുടങ്ങിയിട്ട് ഒരു 5-10 വർഷം കഴിയുമ്പം പിന്നെ അത് മിസ്യൂസിങ് ആണ്. കാരണം പിന്നെ ദുഷ്ടതയ്ക്കാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ആറ്റം ബോംബ് ഉണ്ടാക്കിയപ്പോഴൊക്കെ പർപ്പസ് വാസ് ആക്ച്വലി എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ മനുഷ്യനെ മുഴുവനും കൊല്ലാനാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കാലില്ലാത്തവന് കാല് കൊടുക്കാനും ബുദ്ധിയില്ലാത്തവന് ബുദ്ധി വെച്ച് കൊടുക്കാനും. കുറച്ച് കഴിയുമ്പോൾ മനുഷ്യനല്ലാതായി തീർന്നിട്ട് ഇതുങ്ങൾ നമ്മളെ കൊല്ലത്തില്ലയോ, നമ്മുടെ തലമുറയെ കൊല്ലത്തില്ലെന്ന് ആർക്കറിയാം? ഓൾറെഡി ദേ സേ ദാറ്റ്. കാരണം മനുഷ്യനെക്കാട്ടിലും ബുദ്ധിമാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദൈവം തന്ന ആ പരിമിതിക്കകത്ത് നിൽക്കാതെ ഏതെങ്കിലും ഔട്ട് ഓഫ് ബാലൻസ് പോയാൽ അടുത്ത തലമുറകളെ ഇല്ലാതാക്കാൻ അതിന് സാധിക്കും. എങ്കിൽ പുറകോട്ട് ഞാൻ പോവുകയാണ്. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുക എന്ന് പറയുമ്പം പറുദീസയിൽ ദൈവത്തോടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റുക എന്നുള്ള, അല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവച്ചിട്ട് തലേ ചിപ്പ് കയറ്റി വെച്ചിട്ട് ഈ ലോകത്തിലെല്ലാം ഉള്ളതെല്ലാം കൂടെ ഓർത്തിട്ട് എന്തെടുക്കാനാണ്? അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളതെല്ലാം കൂടെ അറിഞ്ഞിട്ടും ഈ തലയ്ക്കകത്ത് ഇതെല്ലാം കൂടെ ഓർത്തിരുന്നിട്ട് എന്ത് ചെയ്യാനാണ് പോകുന്നത്? അന്നെന്നുള്ളത് ജീവിക്കാൻ മനുഷ്യൻ അറിയുന്നില്ല. മനുഷ്യൻ വിഡ്ഢികളാകുന്നതിന് ഒരു അതിര് വേണം. ദൈവത്തിൻ്റെ ആത്മാവ് പലപ്പോഴും തന്നെത്താനെ യേശുവിനെ പോലും കാണിക്കുന്നത് ഇടയനെന്നും അതുപോലെ കർഷകനെന്നും, പിന്നെ ദൈവം പറയുന്നുണ്ട് മൂന്നാമത് തന്നെ സൈന്യങ്ങളുടെ യഹോവ എന്നും പറയുന്നുണ്ട്. പക്ഷെ ആദ്യം കാണിക്കുന്നവനൊരു ഇടയനായിട്ടാണ്. ഈ സങ്കീർത്തനം 23 യേശുക്രിസ്തു എഴുതി, പിതാവാം ദൈവവും പുത്രനും പരിശുദ്ധാത്മ തൃത്വത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പിന്നെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കയറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു രൂപമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഒരു പ്രചോദനത്തിനാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തുടക്കത്തിലെല്ലാം നല്ലതെന്ന് തോന്നിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പം ദൈവത്തെ ചലഞ്ച് ചെയ്യുമ്പം ദൈവം ദുഷ്ടനെ നോക്കി ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് തന്നെയല്ല, മാനവരാശിക്ക് പോലും ഇത് നാശമാകാൻ ഇടയുണ്ട്. പ്രൊവൈഡഡ് വി യൂസ് ഇറ്റ് ഇൻ എ ബാലൻസ്ഡ് വേ. കറക്റ്റായിട്ട് ഉപയോഗിക്കാനുള്ള ബുദ്ധിമണ്ഡലം പലപ്പോഴും വികൃതമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഏതൊരു കാര്യം. പിന്നെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും മനുഷ്യന് ദൈവത്തിൻ്റെ ആത്മാവില്ല എങ്കിൽ വികൃതമായിട്ട് തന്നെ ഉപയോഗിക്കൂ എന്നുള്ളതും സംശയമില്ലാത്ത സത്യമാണ്. എങ്കിലും ഞാൻ ലെറ്റ് മീ കം ബാക്ക് ടു ദ പോയിന്റ്. ദൈവം തമ്പുരാൻ 80-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 80-ന്റെ ആദ്യം ജോസഫിൻ്റെ മേൽ ആട്ടിടയനായിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മളെ കാണിക്കുന്നത്.
കാണിക്കുന്നത്. ദൈവം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തിയവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ, കെരൂബുകളിൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ആരാണിത് എഴുതിയത്? ഇതിൻ്റെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട്. 80-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്ന ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം, സാരസ സാക്ഷ്യമെന്ന രാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം. ആസാഫ് ഒരു രാജാവല്ല. ആസാഫ് ദാവീദിൻ്റെ കാലത്ത് ആസാഫ് ദൈവത്തിൻ്റെ ആത്മാവിൽ, സിയർ എന്ന് പറയും, CER, സിയർ മീൻസ് ദർശകനാണ്. അവൻ ദൈവത്തിൻ്റെ ദർശനത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മർമ്മങ്ങളെ പാട്ടായിട്ടും വചനമായിട്ടും എഴുതി വച്ചിരിക്കുന്ന ആളാണ് ആസാഫ്. പാട്ട് പാടാനാണ് ഇവരെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവർ ആത്മാവിൽ പ്രവചിച്ചെഴുതുന്നത് ഈ ദർശകൻ എന്നുള്ളൊരു വരം, നമുക്ക് ഈ സിയർ, SEER, സിയർ എന്നുള്ള ഒരു വരം എന്ന് പറയുന്നത്, എനിക്കിപ്പം വേറൊരാളെ നേരിട്ട് കാണുന്നത് പോലെ ഇവർക്ക്, ഇങ്ങനെ കൃപയുള്ളവർക്ക്, അതായത് ആ കഴിവുള്ളവർക്ക് ദൈവത്തെ നേരിട്ട് കാണാൻ സാധിക്കും. അവർക്ക് ദൈവം പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കും. അവർ ദൈവം പറയുന്നത് നമ്മളോട് പറയുകയും ചെയ്യും. അതൊരു ഗിഫ്റ്റാണ്, എല്ലാവർക്കും ഇല്ല. എന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഇങ്ങനെ ഈ കൃപയുള്ളവരെ എനിക്ക് ദൈവം കാണിച്ചു തരും. അതുകൊണ്ട് ഓരോ യുദ്ധസമയത്തും കർത്താവിനോട് എന്താണ് അതിനുള്ള പ്രതിവിധി എന്ന് വചനത്തിൽ കൂടെ എനിക്ക് കാണിച്ചു തരാറുണ്ട്. അതുകൊണ്ട് ഞാൻ യുദ്ധത്തിൽ ഭയപ്പെടുകയല്ല, യുദ്ധത്തിൽ നിൽക്കാനുള്ള ബലമേ ഞാൻ ദൈവത്തോട് ചോദിക്കും. കാരണം ജയമെടുക്കാതെ ദൈവത്തിന് ഷുവറല്ലേ, പക്ഷെ യുദ്ധത്തിൽ നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള കൃപയാണ്. അപ്പോൾ ഈ ജോസഫിനെ കുറിച്ച് പറയുമ്പം, ജോസഫിനെ ദൈവം എങ്ങനെ നടത്തിയെന്നാണ് പറയുന്നത്? ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തിയില്ലേ? അവനൊരു ആട്ടിൻകൂട്ടം പോലെ. ജോസഫ് മൂലമല്ലേ ഇസ്രായേൽ ജനതയെ മുഴുവൻ 70 പേരെയും കൂടെ മിസ്രൈമിലേക്ക്, ഈജിപ്തിലേക്ക് കൊണ്ടുവന്നിട്ട് ജോസഫിൻ്റെ കെയർ ഓഫിൽ, അല്ലെങ്കിൽ ജോസഫിൻ്റെ നേതൃത്വത്തിൽ ഫറോ ജോസഫിൻ്റെ അപ്പനെയും ബാക്കിയുള്ളവരെയും ആ ദേശത്ത് ജീവിക്കാൻ ഗോഷൻ എന്ന ഒരു സ്ഥലം കൊടുത്ത് അവിടെ താമസിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ ഈജിപ്തിലൊക്കെ ചെല്ലെങ്കിൽ ഗോഷൻ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗോഷൻ സ്ഥലം എന്ന് പറയുന്നത് കന്നുകാലികൾക്കും അതുപോലെ ആടുമാടുകൾക്കും ഒക്കെ ജീവിക്കാൻ പറ്റിയ പച്ചയുള്ള സ്ഥലമാണ്. ഈജിപ്തുകാർക്ക് അത് വലിയ വിലയില്ല, അവനൊന്നും അധ്വാനിക്കുന്നവരല്ല. പക്ഷെ തൻ്റെ ജനതമായി എപ്പോഴും ഇടയൻ, ആടുകളെ പോലെയാണ് കാണിക്കുന്നത്. അപ്പം ദൈവം പോലും ഒരു ഇടയനെ പോലെ കാണിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ കരുതുന്ന ഇടയന്. നമ്മൾ ഇടയൻ്റെ പുഷ്ടിയിൽ ജീവിക്കാൻ പഠിക്കണം. അതാണ് പറഞ്ഞത്, ഇടയനൊരു പുഷ്ടി. ഈ ഇടയന്മാരെ കുറിച്ച് എസെക്കിയേൽ 34 പറയുന്നത്, നല്ല ഇടയനും അഴുക്കിടയനും. നല്ല ഇടയൻ നമ്മുടെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുക, അത് യേശുക്രിസ്തുവാണ്. എന്നാൽ ദുഷ്ട ഇടയന്മാർ പന്നി പോലെ മറ്റു ദുഷ്ടശക്തികൾ അതായത് അവർക്കുള്ള ആടുകളെ അവർ കൊന്ന് തിന്നുകളെ, അതല്ല എങ്കിൽ ശത്രു വരുമ്പോൾ അവർ ഇട്ടേച്ച് ഓടിക്കളെ. അവർ 2 തരത്തിലുള്ള ഇടയനുണ്ട്. നല്ല ഇടയനെന്ന് മനസ്സിലാക്കി ഇടയൻ്റെ പുഷ്ടിയിൽ വളരാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ 80-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഇടയനെക്കുറിച്ചാണ് ആദ്യത്തെ 4-5 സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. 80-ലെ ഇടയനെക്കുറിച്ചും കർഷകനെക്കുറിച്ചും അതുപോലെ ദൈവം ഒരു സൈന്യങ്ങളുടെ യഹോവയാണെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ പുഷ്ടിയിൽ ജീവിക്കണമെങ്കിൽ ഇടയൻ ആരെന്നറിയാതെ എങ്ങനെ നമ്മൾ എൻ്റെ ഇടയൻ ആരെന്ന് നമ്മൾ അറിയണ്ടേ? അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പിലേക്ക്, അതായത് ഏക മനസ്സോടുകൂടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ഏക ചിന്തയോടുകൂടി മറ്റു ദൈവങ്ങളെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനമെടുക്കണം. അതായത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന് യോഹന്നാൻ 10 പറയുന്നുണ്ട്. ഞാൻ വാതിലാണ്. ദൈവം പറഞ്ഞു, ഞാനാണ് വാതിൽ. ഈ വാതിലിൽ കൂടെ കടക്കുകയും ഇറങ്ങുകയും പുറകെ പോവുകയും ചെയ്യാം. നീ എന്നിൽ നിന്ന് നിറഞ്ഞിട്ട് വേണം പുറത്തോട്ട് പോകാൻ. ദൈവത്തിൻ്റെ ഇടയൻ്റെ കയ്യിൽ നിന്നുള്ള പച്ച പുല്ല് തിന്നിട്ട് വേണം നീ പുറത്തോട്ട് പോകാൻ. അതിൽ നിന്നുള്ള പുഷ്ടിയിലാണ് നീ ജീവിക്കേണ്ടത്. അപ്പോൾ ഇടയനെ കുറിച്ച് പറയുമ്പം 80-ാം സങ്കീർത്തനത്തിൽ ജോസഫിനെ ഇടയനായിട്ട് ദൈവം ജോസഫ് ആട്ടിൻകൂട്ടമായിട്ടും അവരെ ദൈവമാണ് പരിപാലിച്ചതെന്നും വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അവിടുന്നാണ് പരിപാലിക്കേണ്ടത്. അവിടുന്ന് വിശ്വസ്തനാകിയാൽ നീ ഞങ്ങളെ നടത്തുമെന്ന് വിശ്വസിക്കണം. അപ്പം ദൈവത്തിൻ്റെ പ്രതിരൂപമായി മാറും. ദൈവം തരുന്ന ഭക്ഷണവും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആത്മാവുമാണ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നതെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളും ദൈവത്തെ പോലെ ആകത്തില്ലേ? നമ്മളെ കാണുന്ന ഒരു ദൈവത്തെ കണ്ടു എന്ന് പറയത്തില്ല, ഇല്ലേ? പല പ്രയാസത്തിലിരിക്കുന്നിടത്ത് പല വീടുകളും കടന്നു ചെല്ലുമ്പം ചിലപ്പോൾ നമ്മൾ ആ കറക്റ്റ്
കറക്റ്റ് ടൈമിൽ അവരുടെ വീട്ടിലോട്ട് കയറി ചെല്ലും. അത് 1-2 കാര്യങ്ങൾ പറഞ്ഞു വെച്ച് നമ്മൾ തിരിച്ചു വരും. പക്ഷെ അതായിരിക്കും അവർക്കുള്ള ഉത്തരം അന്ന് ആവശ്യം. അതായിരിക്കണം അന്നത്തെ അവരുടെ പച്ചപ്പുല്ല്. ആർ യു വില്ലിങ്? നമ്മൾ ഇറങ്ങിത്തിരിക്കുക. യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നപ്പോൾ അവൻ നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രൻ്റെ കൂടെ പറയുന്നത്, പുത്രൻ തമ്പുരാൻ്റെ പ്രമോദം മനുഷ്യ മക്കളോടുകൂടെയാണ്. പുത്രൻ്റെ കൂടെ നമ്മളെ ഇരുത്തിയിട്ട് അവകാശികളും കുട്ടവകാശികളും ആക്കി വെച്ച സ്ഥിതിക്ക് നമ്മൾ അവൻ്റെ അവകാശത്തെ എടുത്തുപയോഗിച്ചിട്ട് മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ തക്കവണ്ണമുള്ള പ്രാഗൽഭ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ, അതായത് സ്കിമിറ്റിസ് അനുവിന് കർത്താവിൻ്റെ പുതപ്പിടുക. ഈ ഏലിയാവിൻ്റെ പുതപ്പ് ഏലീശയുടെ മേൽ വീണ പോലെ. മോശയുടെ പുതപ്പിട്ടിട്ടില്ല, പക്ഷേ സിംബോളിക്കലി മോശയുടെ അഭിഷേകമാണ് ജോഷുവയുടെ മേൽ വീണു. അപ്പം നമ്മളിലുള്ള ഈ അഭിഷേകം തലമുറ മേൽ ഇരട്ടിയായിട്ട് വീഴട്ടെ. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്നത് അങ്ങനെയാണ്. ഇത് നമ്മളാരും സ്വയമേ ദൈവത്തെ കണ്ടവരല്ല. ദൈവം നമ്മളെ ആകർഷിച്ച് അവൻ്റെ വയലിലേക്ക് കൊണ്ടുവന്നിട്ട് അപ്പച്ചൻ തന്നെ വേലി കെട്ടി നിർത്തിയിരിക്കുക. അതിനകത്തൊന്നും ആർക്കും അതാ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് ആർക്കും അവനെ എടുത്തുകൊണ്ട് വനക്കത്തില്ല. എൻ്റെ ആടുകളെ പരിപാലിക്കാൻ അവൻ വിശ്വസ്തൻ. അന്നാ ഒന്ന് ശ്രമിച്ചു നോക്കാം, നേരെ അറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മളെയും നമ്മുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അതാ നല്ല ഇടയനായ ദൈവം ജോസഫിനെ ആട്ടിൻകൂട്ടത്തെ പോലെ പരിപാലിച്ചൊരു ദൈവം. ഞങ്ങളിപ്പോൾ അങ്ങനെ തന്നെ കർത്താവേ, ഞങ്ങൾക്കും ഈ ഞങ്ങളുടെ ആകുന്ന കുടുംബങ്ങളെ ആട്ടിൻകൂട്ടങ്ങൾ അറിയാവുന്ന പ്രാർത്ഥനക്കൂട്ടമുണ്ട്. നമ്മുടെ ഞാൻ ഈ വായിക്കുന്ന വചനം കേൾക്കുന്ന മക്കളുണ്ട്. അതുപോലെ നമ്മൾ ഇടപെടുന്ന എത്രയോ പ്രാർത്ഥന കൂട്ടായ്മകളുണ്ട്. അവിടെയൊക്കെ കർത്താവേ, നീ ഞങ്ങളെ നല്ല ഇടയനായിട്ട് നയിച്ചു കൊണ്ട് പോകുന്ന വലിയ കൃപയ്ക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം. അത് നിൻ്റെ ഇടയ പുഷ്ടിയിൽ വളരുവാൻ, ആരാണ് ഇടയനെന്നും ആ ഇടയൻ്റെ പുഷ്ടിയിൽ വളരുവാൻ ഞങ്ങളെ മാറ്റി വെച്ചിരിക്കുന്ന ഓർത്ത് സ്തോത്രം. ഞങ്ങൾ മറ്റുള്ള വയലുകളിൽ പോയി കർത്താവേ, ബോവസിൻ്റെ വയൽ കണ്ടവൾ വേറൊരു വയലിൽ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ കർത്താവേ, നീ ഞങ്ങളെ യഥാർത്ഥ വയലിലാക്കി വെച്ചുവെങ്കിൽ ജീവനുള്ള ദൈവത്തിൻ്റെ വയലിൽ നിന്ന് ഞങ്ങളെ മാറ്റാൻ ഒരു ശക്തിക്കും അനുവാദമില്ല. കർത്താവേ, അവിടെ വെളിപ്പാടി പറയുന്നു, ഞാൻ ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല, ഞാൻ ഒരെണ്ണം അടച്ചാൽ ആർക്കോ തുറക്കാനും സാധിക്കത്തില്ല. എന്നാൽ ഇന്നോ നിങ്ങളുടെ മുമ്പിൽ ഞാനിതാ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറകളായിട്ട് ഞങ്ങളെല്ലാവരും ഇതിനകത്തോട്ട് കയറി വരുന്ന പക്ഷം വാതിലാകുന്ന ക്രിസ്തുവിൽ കൂടെ കയറി കഴിയുമ്പോൾ നല്ല ഇടയനായ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും പരിപാലിക്കുമെന്നുള്ള ഉറപ്പ് തന്നതിന് സ്തോത്രം. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. അങ്ങനെയാണല്ലോ സങ്കീർത്തനം 23 മുഴുവനും നല്ല ഇടയനെക്കുറിച്ച് സന്തോഷത്തോടെ പറയുന്നതാണ്. കർത്താവേ, നന്മയും കരുണയും ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെ നീ പിന്തുടരുന്ന ദൈവമാണ്. അതുപോലെ കർത്താവേ, യഹോവ ഇടയനാകുമ്പോൾ എനിക്ക് ഒന്നിനും ബുദ്ധിമുട്ടില്ലായിരുന്നു. അനേക മക്കൾ ബുദ്ധിമുട്ടുകളുള്ളവർ കേൾക്കുന്നുണ്ടായിരിക്കും. അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് നല്ല ഇടയൻ ഉത്തരം കൊടുക്കുമെന്നുള്ളതിന് സംശയമില്ല. നിൻ്റെ വചനമെടുത്ത് പഠിച്ച് കർത്താവിൻ്റെ പുതുമന്ന അന്നെന്നുള്ളത് ഭക്ഷിച്ചിട്ട് ജീവൻ്റെ ആത്മാവിൽ മുൻപോട്ട് പോകാൻ അവരെ പഠിപ്പിക്കണമേ. അതാ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാൻ വന്നതിന് അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.